നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുന്നത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളോടൊപ്പം ശ്വസിച്ച, നിങ്ങളോടൊപ്പം സ്വപ്നം കണ്ട ഒരു ഇന്ത്യക്കാരിയായിട്ടാണ്. ചരിത്രം പലപ്പോഴും ക്രൂരമാണ്. അത് ചിലരെ വേട്ടയാടും, ചിലരെ മഹത്വവൽക്കരിക്കും. എന്നാൽ എൻ്റെ ജീവിതം ഈ രാജ്യത്തിൻ്റെ ചരിത്രവുമായി അത്രമേൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ആനന്ദഭവനിലെ മുറ്റത്ത് വിദേശ വസ്ത്രങ്ങൾ അഗ്നിക്കിരയാക്കിയ ആ കൊച്ചു പെൺകുട്ടിയിൽ നിന്ന് ഈ വൻകരയുടെ ഭരണം കൈയാളുന്ന ഇന്ദിരാ പ്രിയദർശിനി വരെയുള്ള യാത്രയിൽ ഞാൻ പഠിച്ച ഒരേയൊരു പാഠം ഇന്ത്യ എന്ന വികാരമാണ്. പലരും പറയാറുണ്ട് അധികാരത്തോടുള്ള അത്യാഗ്രഹമാണ് എന്നെ നയിക്കുന്നതെന്ന്. എന്നാൽ എൻ്റെ കുട്ടിക്കാലം നിങ്ങൾക്കറിയാമോ? ഏകാന്തതയുടെയും പോരാട്ടത്തിൻ്റെയും നാളുകളായിരുന്നു അത്. അച്ഛൻ ജവഹർലാൽ നെഹ്റു ജയിലിലായിരുന്നപ്പോൾ കത്തുകളിലൂടെയാണ് ഞാൻ ലോകത്തെ കണ്ടത്. മകൾക്ക് അച്ഛൻ അയച്ച കത്തുകൾ വെറും ഉപദേശങ്ങളായിരുന്നില്ല, മറിച്ച് ഈ രാജ്യത്തെ എങ്ങനെ സ്നേഹിക്കണം എന്നതിനെക്കുറിച്ചുള്ള ദർശനങ്ങളായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച ആളല്ല. അച്ഛൻ്റെ സഹായിയായി നിന്നപ്പോഴും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ വാർത്താവിനിമയ മന്ത്രിയായപ്പോഴും ഞാൻ ഒരു നിഴലായി നിൽക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ സാഹചര്യം എന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. ഗുങ്കി ഗുഡിയ എന്ന് എന്നെ വിളിച്ചവർക്ക് അറിയില്ലായിരുന്നു ഹിമാലയത്തെ പോലെ ഉറച്ച ഒരു മനസ്സ് ഈ ശരീരത്തിലുണ്ടെന്ന്. ഇന്ത്യയിലെ സാധാരണക്കാരൻ എന്തിനാണ് വലിയ മുതലാളിമാരുടെ പടിവാതിൽക്കൽ പണത്തിനായി കാത്തു നിൽക്കുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശപ്പെട്ടതല്ലേ? അതുകൊണ്ടാണ് 1969 ഞാൻ ആ നിർണായക തീരുമാനം എടുത്തത്. ബാങ്കുകളുടെ ദേശസാൽക്കരണം, വൻകിട വ്യവസായികൾക്കും കൊട്ടാര സമാനമായ വീടുകളിൽ താമസിക്കുന്നവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. അവർ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്നും സ്വേച്ഛാധിപതിയെന്നും വിളിച്ചു. എന്നാൽ വയലിൽ പണിയെടുക്കുന്ന കർഷകനും നഗരത്തിലെ ചെറുകിട കച്ചവടക്കാരനും ബാങ്കിന്റെ പടി കടന്നു ചെന്നപ്പോൾ, അവർക്ക് വായ്പ ലഭിച്ചപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ട തിളക്കമാണ് എൻ്റെ ജീവിതം. രാജകുടുംബങ്ങൾക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയപ്പോഴും ഇതേ എതിർപ്പുകൾ ഞാൻ നേരിട്ടു. രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു സഹോദരങ്ങളെ. ഇത് ജനങ്ങളുടെ കാലമാണ്. ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യരാണ്. ഒരു വോട്ട്, ഒരു മൂല്യം. അതിൽ രാജാവെന്നോ ഭിക്ഷക്കാരനെന്നോ വ്യത്യാസമില്ല. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു യുദ്ധത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അയൽരാജ്യത്ത് സ്വന്തം ജനതയെ വംശഹത്യ ചെയ്യുന്ന ഭീകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ നമ്മുടെ മണ്ണിലേക്ക് ഒഴുകിയെത്തി. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ധാർമ്മിക ബാധ്യതയായിരുന്നു. ലോകശക്തികൾ നമ്മെ ഭീഷണിപ്പെടുത്തി. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങിയപ്പോൾ ലോകം കരുതി ഇന്ദിര മുട്ടുമടക്കുമെന്ന്. എന്നാൽ അവർക്ക് തെറ്റിപ്പോയി. ഇന്ത്യ ഒരു വലിയ ശക്തിയാണെന്ന് അന്ന് നമ്മൾ തെളിയിച്ചു. വെറും 13 ദിവസം കൊണ്ട് നമ്മൾ ആ യുദ്ധം ജയിച്ചു. ഒരു പുതിയ രാജ്യം ജനിച്ചു, ബംഗ്ലാദേശ്. സിംല കരാറിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഞാൻ ശ്രമിച്ചത് നാം ദുർബലരായതുകൊണ്ടല്ല, മറിച്ച് സമാധാനമാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. പൊഖ്രാനിൽ നമ്മൾ നടത്തിയ അണുപരീക്ഷണം ലോകത്തിന് നൽകിയ സന്ദേശം നമ്മൾ ആരെയും ആക്രമിക്കാനല്ല, മറിച്ച് ആരും നമ്മെ ആക്രമിക്കാൻ ധൈര്യപ്പെടരുത് എന്നാണ്. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. അത് പ്രഖ്യാപിക്കാൻ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന എനിക്ക് അതൊരു കഠിനമായ വേദനയായിരുന്നു. എന്നാൽ രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സൈന്യത്തോടും പോലീസിനോടും ആജ്ഞകൾ ലംഘിക്കാൻ ചില രാഷ്ട്രീയ നേതാക്കൾ ആഹ്വാനം ചെയ്തു. റെയിൽവേ സ്തംഭിപ്പിച്ചു. വിദ്യാർത്ഥികളെ തെരുവിലിറക്കി. ഒരു വികസ്വര രാജ്യം ഇത്തരമൊരു അച്ചടക്കമില്ലായ്മയിലേക്ക് പോയാൽ അത് വിദേശ ശക്തികൾക്ക് ഇന്ത്യ വിഴുങ്ങാൻ അവസരം നൽകും. ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ചിലർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭരണഘടന സംരക്ഷിക്കാൻ എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അച്ചടക്കം കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു. സ്മഗ്ലർമാരും പൂഴ്ത്തിവെപ്പുകാരും ജയിലിലായപ്പോൾ സാധാരണക്കാരന് സാധനങ്ങൾ വിലക്കുറവിൽ ലഭിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ കുടുംബാസൂത്രണത്തിന്റെ പേരിൽ നടന്ന ചില അതിക്രമങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ 1977 ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. തോൽവി എന്നെ തളർത്തിയില്ല. കാരണം എനിക്ക് എന്റെ ജനതയെ അറിയാമായിരുന്നു. അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോൾ എന്നെ വേട്ടയാടാൻ അവർ ശ്രമിച്ചു, ജയിലിലടച്ചു, അപമാനിച്ചു. എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോയി. ഇന്ദിര ഒരു വ്യക്തിയല്ല, അതൊരു പോരാട്ടമാണ്. 1980 നിങ്ങൾ എന്നെ വീണ്ടും അധികാരത്തിലേറ്റിയത് എന്തിനാണ്? കാരണം വെറും വിദ്വേഷം കൊണ്ട് ഒരു രാജ്യം ഭരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. വികസനമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് ഞാൻ കാണുന്നത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ ചിലർ നോക്കുന്നു. പഞ്ചാബിലായാലും ആസാമിലായാലും അസമത്വത്തിനെതിരെയുള്ള പോരാട്ടം വഴിമാറി വിഘടനവാദമായി മാറുന്നത് രാജ്യത്തിന് ആപത്താണ്. സുവർണക്ഷേത്രത്തിൽ നടന്ന സൈനിക നടപടി എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ തീരുമാനമായിരുന്നു. എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ കാണുന്ന സിഖ് സഹോദരങ്ങൾക്കെതിരെ സൈന്യത്തെ അയക്കാൻ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ അഖണ്ഡതയേക്കാൾ വലുതല്ല ഒന്നും. മതം വ്യക്തിപരമാണ്, രാജ്യം എല്ലാവരുടേതുമാണ്. പലരും എനിക്ക് ചുറ്റും ഭീഷണികൾ മുഴക്കുന്നുണ്ട്. എന്നെ വധിക്കാൻ പദ്ധതികൾ നടക്കുന്നുണ്ടാകും. സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റാൻ എന്നോട് പലരും നിർദ്ദേശിച്ചു. പക്ഷേ എന്റെ രാജ്യത്തെ പൗരന്മാരെ സംശയിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ മരിക്കാൻ ഭയപ്പെടുന്നില്ല. ഒരു വെടിയുണ്ടയ്ക്ക് എന്റെ ജീവൻ എടുക്കാം, പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. എന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഓരോ തുള്ളി രക്തവും ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ ചിതാഭസ്മം ഹിമാലയത്തിലെ മഞ്ഞുമലകളിലും ഭാരതത്തിലെ വയലുകളിലും വിതറണം. അപ്പോഴും ഞാൻ ഈ മണ്ണിന്റെ ഭാഗമായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്ത്യക്കാർ ഒന്നാണ്. നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, അതൊരു ലക്ഷ്യമാണ്. നമ്മൾ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും നമ്മൾ മുന്നേറണം. നമ്മുടെ കർഷകർ കൂടുതൽ കരുത്തരാകണം. സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ തുല്യമായ പദവി ലഭിക്കണം. പ്രിയപ്പെട്ട യുവാക്കളെ, ഈ രാജ്യം നിങ്ങളുടെ കൈകളിലാണ്. കഠിനാധ്വാനം ചെയ്യുക. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക. രാഷ്ട്രീയക്കാർ വരും പോകും, എന്നാൽ ഇന്ത്യ എന്നേക്കും നിലനിൽക്കണം. ജയ് ഹിന്ദ്.